കണ്ട ഗോവിന്ദ, ആകാശം നാണം കെട്ട് തല കുനിച്ചിരിക്കുന്നത്. അവൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ? ഇതിനു വേണ്ടിയാണ് ഞാൻ അവനെ പഠിപ്പിച്ചത്. മകൻ ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണെന്ന് എല്ലാവരോടും ഞാൻ അഭിമാനത്തോടെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ അവന്റെ ഇരിപ്പ് കാണുമ്പോ സഹിക്കുന്നില്ല ഗോവിന്ദ. അച്ഛനെപ്പോ ഇങ്ങോട്ട് വന്നത്? ഞാൻ ഒന്നും അറിയാതെ പോയല്ലോ മോനെ. ഇങ്ങനെ അപമാനിതനായി നിനക്ക് തല കുനിച്ചിരിക്കേണ്ടി വരുന്നത് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല മോനെ. അങ്ങനെയൊന്നും ഇല്ല അച്ഛാ. ഒരു തെറ്റും ചെയ്യാത്ത നിനക്ക് മെമ്മോ തന്നെന്ന് അറിഞ്ഞപ്പോ ഞാൻ ആകെ തകർന്നുപോയി മോനെ. ഒരു ഓഫീസാവുമ്പോ ഇങ്ങനെയൊക്കെ ഉണ്ടാവുമെന്ന് മനസ്സിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി സഹിച്ചിരിക്കുകയായിരുന്നു. നിന്നെപ്പോലൊരു സിൻസിയർ ഓഫീസർ ഇങ്ങനെ തല കുനിച്ചിരിക്കാൻ നീ എന്താ ചെയ്തത്? അച്ഛാ, ആ ചീഫ് എഞ്ചിനീയർക്ക് നിന്നോട് ദേഷ്യമല്ല, വെറുപ്പും വിദ്വേഷവും പകയെല്ലാം ഉണ്ട്. നരകിപ്പിച്ച് കൊല്ലാന്ന് കേട്ടിട്ടില്ലേ? അതേപോലെ നിന്റെ മനസ്സിനെ തളർത്തി നിന്നെ ഒന്നും അല്ലാതാക്കാനാ ആ പെണ്ണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അച്ഛൻ വിചാരിക്കുന്ന പോലെ ഒന്നുമില്ല. ഇതൊക്കെ സാധാരണയാ. പണിഷ്മെന്റ് ഡ്യൂട്ടി ഇങ്ങനെയൊക്കെ തന്നെ. ഇതൊക്കെ എല്ലായിടത്തും ഉള്ളതാ, പല രീതിയിലാണെന്ന് മാത്രം. മോനെ, നീ എന്തൊക്കെയായി പറയുന്നത്? അച്ഛാ, ഇതിപ്പോ ഒരാഴ്ചത്തേക്ക് മാത്രമല്ലേ. അത് കഴിഞ്ഞ് എനിക്ക് ഡ്യൂട്ടിക്ക് ജോയിൻ ചെയ്യാലോ. പിന്നെ എല്ലാം ശരിയാവും. ഈ ഒരാഴ്ച കഴിഞ്ഞാ എല്ലാം ശരിയാവും? എങ്ങനെ ശരിയാവും? നീ അനുഭവിച്ച അപമാനം മാറുമോ? നിന്റെ മനസ്സിലെ സങ്കടവും വേദനയും മറക്കാൻ പറ്റുമോ? പിന്നെ എന്ത് ശരിയാവുന്ന നീ പറയുന്നത്? മോനെ, ഞാനും നിന്നെ പോലെ ഗവൺമെന്റ് എംപ്ലോയി ആയിരുന്നു. പക്ഷെ ഇങ്ങനൊരു പണിഷ്മെന്റ് ഡ്യൂട്ടിയെ കുറിച്ച് ഞാൻ കേട്ടിട്ട് പോലുമില്ല. നീ ഇതൊന്നും അനുഭവിക്കേണ്ടതല്ലെന്നേ. എന്തിനാ പതുക്കെയാക്കുന്നത്? നീ ഈ അപമാനം സഹിച്ചൊക്കെ മതി. നീയുടെ തല കുനിച്ചിരിക്കുന്നതൊക്കെ മതി. ഒരു മൂലയിൽ ഒതുങ്ങിയിരിക്കേണ്ടവനൊന്നും അല്ല നീ. സാറേ ശബ്ദം ഒന്ന് താത്തി സംസാരിക്കണം. ചീഫ് എഞ്ചിനീയർ മാഡത്തിന്റെ റൂമിൽ മീറ്റിംഗ് നടക്കുക. മീറ്റിംഗോ? അപ്പൊ ആ മീറ്റിംഗിന് പോലും നിന്നെ പങ്കെടുപ്പിച്ചില്ലേ മോനെ? അച്ഛാ, വിളിച്ചു. പനിഷ്മെന്റ് ഡ്യൂട്ടി എന്ന് പറഞ്ഞ മീറ്റിംഗിന് പോലും മാറ്റി നിർത്തുന്ന പരിപാടിയാണോ ഇത്? ചീഫ് എഞ്ചിനീയറുടെ ഓഫീസാണോ അതോ ചന്തയോ? മുരുക, ഇത്രയും നെഗളിക്കാൻ സാർ. മുരുക, ദാ വരുന്നു മാഡം. അച്ഛാ, ദേഷ്യപ്പെടല്ലേ. അച്ഛനിപ്പോ പൊക്കോ. ഇവിടത്തെ കാര്യം ഞാൻ നോക്കിക്കോളാം. എന്താ മുരുക, എന്താ പ്രശ്നം? ആരാ അവിടെ ബഹളം വെക്കുന്നേ? ആകാശ് സാറിന്റെ അച്ഛനാ മാഡം. ആകാശിന്റെ അച്ഛനോ? അതെ മാഡം. നമുക്ക് പോവാം. വിട് ഗോവിന്ദ, ഇവനോ ഒന്നും പറയില്ല. പിന്നെ ഇവന് വേണ്ടി ആരാ സംസാരിക്കുന്നത്? അപമാനത്തോടെ തല കുനിച്ചിരിക്കുന്ന ഇവനെ കണ്ടിട്ട് അച്ഛനായ ഞാൻ ഒന്നും മിണ്ടാതെ പോണെന്നാണോ ഗോവിന്ദ പറയുന്നത്? സർ, അകത്തൊരു മീറ്റിംഗ് നടക്കുക. അതിന് ഡിസ്റ്റർബ് ആവുന്ന രീതിയിൽ ശബ്ദമുയർത്തി കവലപ്രസംഗം നടത്തുന്നത് എന്തിനാ? നിങ്ങളൊരു മാഷല്ലേ, അതിൻ്റെതായ ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യണം. നിങ്ങളെക്കാൾ സ്റ്റാൻഡേർഡ് ഉണ്ട് എനിക്ക്, അതുകൊണ്ടാ സംസാരിക്കുന്നത്. ഇല്ലെങ്കിൽ ഓ, അപ്പൊ പ്രശ്നം ഉണ്ടാക്കാൻ വന്നതാണോ? മിസ്റ്റർ ആകാശ്, അച്ഛനെ വിളിച്ചു വരുത്തി ഓഫീസ് ജോലി ഇന്ററപ്റ്റ് ചെയ്യാനാണോ തന്റെ പ്ലാൻ? നിങ്ങളുടെ അച്ഛനോട് ഇവിടെ നിന്ന് ഇറങ്ങി പോവാൻ പറ. ഇല്ലെങ്കിൽ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് എനിക്ക് തന്നെ അറിയില്ല. നിങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നൊക്കെ എനിക്കറിയാം. 1-2 മാസം ഒരു മൂലയെ കൊണ്ടുപോയി വെറുതെ എടുത്തു, അത്രയല്ലേ ഉള്ളൂ. വേറെ എന്ത് ചെയ്യാൻ പറ്റും മാഡം നിങ്ങൾക്ക്?
മിസ്റ്റർ